ISRA, NEET Mark 702, All India Rank 893, awarded with 5,000 rupees cash prize, gold medal and a memento. നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലെ കുടക്കൽ എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ നീറ്റ് 2024 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇസ്ര എന്ന കൊച്ചുമിടുക്കിയാണ് നമ്മളോട് കൂടെയുള്ളത്. ഇസ്രയോട് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം. റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നല്ലോ, അപ്പൊ റിസൾട്ട് അറിഞ്ഞ ഫസ്റ്റ് മൊമെന്റ് എന്താ തോന്നിയത്? റിസൾട്ട് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ആക്ച്വലി നമ്മളോട് റിസൾട്ട് വരും എന്ന് പറഞ്ഞതിന്റെ ഒരു 10 ദിവസം മുന്നേ ആണ് റിസൾട്ട് വന്നത്. അപ്പൊ ഞാൻ റിസൾട്ട് വരും എന്നുള്ള ആ ഒരു രീതിയിലൊന്നും അല്ല ഇരിക്കണം. ഞാൻ ഫുൾ ജോയ് മൂഡിലായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് റിസൾട്ട് വന്നു, എന്തായി റിസൾട്ട് എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നത്. അപ്പോൾ സ്കോർ വന്നത് 702 ആണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ എൻ്റെ മോഡൽ എക്സാംസിലൊക്കെ ആയിട്ട് ഒരു തവണ എങ്ങാണ് 700ന്റെ മുകളിൽ ഞാൻ സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 700ന്റെ മുകളിൽ എന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്ത സ്കോറേ അല്ല. പക്ഷെ ഒത്തിരി സന്തോഷം. അവസാനം നടന്ന ബ്രില്യൻറ്റിലെ മോഡൽ എക്സാംസിന്റെ ആ പാറ്റേണിലാണ് നീറ്റ് 2024 നടന്നത്. അപ്പോൾ അതൊത്തിരി ഹെൽപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു, നല്ല സ്കോർ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പിന്നെ അന്ന് വൈകിട്ട് വന്നിട്ടുള്ള ബ്രില്യൻറ്റിന്റെ ആൻസർ കീ ഡിസ്കഷൻ നടത്തിയപ്പോഴൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ തന്നെ ഞാൻ നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നു. 702 എന്നുള്ളത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും മാക്സിമം തന്നെയായിരുന്നു. അതിൽ ഒത്തിരി സന്തോഷം. മോളുടെ സ്കൂൾ പഠന കാലഘട്ടമൊക്കെ എവിടെയായിരുന്നു? ഞാൻ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അതായത് 10+2 ഒക്കെ ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള KHM-HSS പാൽക്കുളം സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഓക്കെ. എൻട്രൻസ് സ്റ്റഡി പ്ലാനുകളൊക്കെ എങ്ങനെയായിരുന്നു? അതായത് മോള് ടൈം ടേബിൾ ഒക്കെ എങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കുമായിരുന്നു. അതായത് ഇപ്പം വെറുതെ ഒഴിവ് സമയം പോകണ്ടെന്ന് കരുതിയിട്ട് കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുമായിരുന്നു. അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിച്ചിരിക്കാനൊക്കെ അത്യാവശ്യം സമയം കണ്ടെത്തുമായിരുന്നു. ഒരു 12 to 13 hours വരെ ഒരു ദിവസം പഠിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് മാത്രമായിരുന്നില്ല ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. 3 സബ്ജക്റ്റും ഞാൻ ഒരേപോലെ നോക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഫിസിക്സ് ആയിരുന്നു കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു ഉള്ളത്. പിന്നെ നമുക്ക് ബ്രില്യൻറ്റിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങൾ വീക്ക്ലി എക്സാംസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീക്ക്ലി എക്സാംസിന്റെ ഷെഡ്യൂള് അതിനനുസരിച്ച് തീർക്കാൻ ഞാൻ നോക്കാറുണ്ടായിരുന്നു. വീക്ക്ലി എക്സാംസിനനുസരിച്ചുള്ള ബ്രില്യൻറ്റിന്റെ സ്റ്റഡി മെറ്റീരിയൽ, വർക്ക് ബുക്ക്, സ്റ്റഡി പാക്കേജ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതൊരിക്കലും ഡിലേ ആക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ലേണിംഗ് ആപ്പിന്റെ കാര്യം, അതിൽ നമുക്ക് ഒരുപാട് നോട്ട്സ് അവൈലബിൾ ആണ്, ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ബേസ് ഒന്നും കൂടി ബിൽഡ് ആവുകയും ചെയ്യും, സിമെന്റ് ആവുകയും ചെയ്യും. അപ്പം ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ് അത്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. ആ ഒരു തെറ്റ് ഞാൻ റിപ്പീറ്റിൽ ആവർത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാനത് തിരുത്തിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ തിങ്കളാഴ്ചകളിൽ വരുന്ന മോഡൽ വീക്ക്ലി എക്സാംസ് അത് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. കാരണം അതില് നമ്മളെ സ്കോറിനനുസരിച്ച് നമുക്ക് ആ ഒരു എക്സാമിൽ നമ്മൾ എഴുതുമ്പോഴാണ് എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ്. ബ്രില്യൻറ്റിൽ തന്നെ എത്ര കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ ഇന്ത്യ മൊത്തം നടക്കുന്ന ഒരു എക്സാമിൽ എത്ര കോമ്പറ്റീഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കോമ്പറ്റീഷൻ കണ്ടിട്ടാണ്, ആ കോമ്പറ്റീഷൻ അനുസരിച്ചാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ടോപ്പ് സ്റ്റഡി സെന്റർ ആണ്, നീറ്റ് സ്റ്റഡി സെന്റർ ആണ്. അപ്പം ആ ബ്രില്യൻറ്റിത്തെ കോമ്പറ്റീഷൻ മനസ്സിലാക്കി നമുക്ക് ഏകദേശം നമ്മൾ ഏത് ലെവലിൽ വരണം, എത്രത്തോളം നമ്മൾ ഇനി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് അത് വീക്ക്ലി എക്സാംസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീക്ക്ലി എക്സാംസ് കഴിഞ്ഞിട്ട് ജോർജ് സാർ നമ്മുടെ ക്ലാസ്സിലോട്ട് വരും, റിസൾട്ട് അനൗൺസ് ചെയ്യാനും സമ്മാനം നൽകാനും ഒക്കെ. അതൊക്കെ ഒത്തിരി ഇൻസ്പയർ ആയിട്ടുണ്ട്. അതിലൊക്കെ ഒത്തിരി മോട്ടിവേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ജോർജ് സാറിന്റെ വാക്കുകൾ തന്നെ ഒരു മോട്ടിവേഷൻ. ജോർജ് സാർ എന്ന് പറയുമ്പോഴേ നമുക്കൊരു സന്തോഷം. ജോർജ് സാർ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേ കോഴിക്കോട്ടിലോട്ട് എല്ലാ ആഴ്ചയും സാറിന് വരാൻ പറ്റാറില്ല, പക്ഷെ വരുന്നതൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജോർജ് സാർ വരുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. സാറിന്റെ മോട്ടിവേഷൻ തന്നെയാണ് കാരണം. സാർ അന്നേ പറയായിരുന്നു ഞങ്ങളോട്, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോ ഈ ഒരു നീറ്റ് എക്സാമില് കട്ട് ഓഫ് കൂടിയിട്ട് എല്ലാവരും ഭയങ്കര സങ്കടം പറയുന്നുണ്ട്. അപ്പൊ അന്നേ ജോർജ് സാർ ഞങ്ങളോട് പറയാറുണ്ട്, ഈ വർഷം അതായത് 2023 610 ആയിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്.
അപ്പൊ സാറ് പറയായിരുന്നു ഇപ്രാവശ്യത്തെ 610 നോക്കി ഇരിക്കരുത്, നിങ്ങൾ ഒരു 650 അബോവ് തന്നെ നിങ്ങൾ എന്തായാലും ടാർഗറ്റ് ചെയ്യണം, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ ആയി 650 അബോവ് ആയി ഇപ്പൊ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ലേണിംഗ് ആപ്പിൽ എല്ലാ ചാപ്റ്റേഴ്സിനും ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സിനും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ആയാലും അവിടുത്തെ പ്രൊഫസേഴ്സ് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് ആയാലും അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. നമുക്ക് മനസ്സിലാവാത്ത ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാൻ എല്ലാ സോഴ്സും ലേണിംഗ് ആപ്പിലുണ്ട്. നമുക്ക് വേണ്ടതെല്ലാം ലേണിംഗ് ആപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്ട് അല്ലേ? ഇതിൽ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് എപ്പോഴും ഫസ്റ്റ് വന്നിരുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം അതിലൊരുപാട് ചെയ്യാനുണ്ട്. അപ്പം ആ ചെയ്ത് പഠിക്കുന്ന എനിക്ക് അതിലൊത്തിരി ഹരം കണ്ടെത്തി. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒരു ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതൊരു വേറെ ലെവല് തന്നെയാണ്. അപ്പൊ എനിക്ക് ഫിസിക്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം. പിന്നെ ബയോളജി ആയിരുന്നു. ഈക്വലി ഇഷ്ടമായിരുന്നു. എന്നാൽ ഒരു പിടി ഇത്തിരി മുന്നിലുള്ളത് ഫിസിക്സ് ആയിരുന്നു. ബ്രില്യന്റിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രില്യന്റ് ഓഫ്കോഴ്സ് എന്റെ നീറ്റിന്റെ വിജയം തന്നെ ഞാൻ ഫുൾ അതിന്റെ സമർപ്പണം ബ്രില്യന്റിന് കൊടുക്കും. കാരണം അത്രയും അവരെന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റിന്റെ സമയത്ത് ബ്രില്യന്റ് ആണ് ചൂസ് ചെയ്തിരുന്നത്. അന്ന് ബ്രില്യന്റിൽ ഞാൻ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും റിപ്പീറ്റിന് ബ്രില്യന്റ് ചൂസ് ചെയ്യില്ലായിരുന്നു. എനിക്ക് ബ്രില്യന്റിന്റെ എക്സ്പീരിയൻസ് റിപ്പീറ്റിന് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ റിപ്പീറ്റിന്റെ സമയത്ത് എനിക്ക് വേറെ ഒരാളോട് ബ്രില്യന്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എനിക്ക് അനുഭവിച്ചറിയാമായിരുന്നു ബ്രില്യന്റ് എന്താണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റിന് മുന്നോട്ട് പിന്നോട്ട് ചിന്തിച്ചിട്ടില്ല. ബ്രില്യന്റ് എന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അത്രയും സപ്പോർട്ടീവ് ആണ് അവരുടെ, അത്രയും സിസ്റ്റമാറ്റിക് ആണ് അവരുടെ. സിസ്റ്റമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. അവർ ഈ ഇന്ന മാസത്തിൽ ചാപ്റ്റർ തീർക്കും എന്ന് പറഞ്ഞാൽ അതപ്പം തീർത്തിരിക്കും. ഒരു എക്സാം പോലും, ഒരു വീക്കിലി എക്സാം പോലും നടത്താതിരുന്നിട്ടില്ല അവര്. നമ്മൾ വിചാരിക്കും എന്തെങ്കിലും കാരണം കൊണ്ട് ഇല്ല. എല്ലാ വീക്കിലി എക്സാംസും അത് നടക്കേണ്ട സമയത്ത് നടത്തേണ്ട പോലെ നടത്തിയിട്ടുണ്ട്. പിന്നെ റിസൾട്ട് അനാലിസിസ് ആണെങ്കിലും റിസൾട്ട് അന്ന് തന്നെ വരും. എനിക്കറിയില്ല കേരളത്തിൽ അങ്ങനെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. റിസൾട്ട് എക്സാം എഴുതി വിത്തിൻ അവേഴ്സിന്റെ ഉള്ളിൽ നമുക്ക് റിസൾട്ട് വരും, നമ്മുടെ റാങ്ക് വരും, എല്ലാതും വരും. നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് തെറ്റ് ചെയ്ത ആ കാര്യങ്ങളൊക്കെ വരും. നമ്മളെ പേരൻസിന്റെ അടുത്ത് നമ്മുടെ മാർക്ക് എത്തും. പിന്നെ അന്ന് തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടാവും നമ്മളെ റിസൾട്ട് അനാലിസിസ് വെച്ചിട്ട്. അപ്പൊ അതൊക്കെ ബ്രില്യന്റിന്റെ സിസ്റ്റം നമ്മൾ ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ പ്രൊഫസേഴ്സ് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. എല്ലാം ക്ലാസ് ടീച്ചേഴ്സ് ആയാലും പ്രൊഫസേഴ്സ് ആയാലും ഹോസ്റ്റൽ വാർഡൻസ് ആയാലും എല്ലാതും അവർ സെലക്റ്റീവ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നതാണ്. അപ്പം അതിലൊന്നും ഒരു പിഴവും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ബ്രില്യന്റ് ടോപ്പ് മോസ്റ്റ് ആണ്. മോഡൽ എക്സാംസിലൊക്കെ ഈ ഒരു സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? മോഡൽ എക്സാമിന് ഒരു എക്സാമിനാണ് ഞാൻ 700 അബോവ് വാങ്ങിച്ചിട്ടുള്ളത്. അതന്നെ ബ്രില്യന്റിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമിൽ ഒന്നായിരുന്നു. പിന്നെ ഏത് എക്സാമിനും എനിക്ക് 700 അബോവ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു 650 680 റേഞ്ചിലായിരുന്നു എൻ്റെ മാർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പൊ അതിനേക്കാൾ കൂടിയ ഒരു സ്കോർ തന്നെ എനിക്ക് നീറ്റിന് ട്രാക്ക് ചെയ്യാൻ പറ്റി. അതിലൊത്തിരി സന്തോഷമുണ്ട്. അവസാനത്തെ ആ ഒരു നമുക്ക് റാങ്ക് നമ്മൾ പല എക്സാമും കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഡൗൺ ആയി പോകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാർക്ക് കിട്ടിയാലും റാങ്ക് വളരെ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥ വരും. അപ്പം ആ ഒരു അവസാനത്തെ ഒരു 3 എക്സാം ഉണ്ടായിരുന്നു. അത് ഭയങ്കര എളുപ്പമായിരുന്നു. അത്യാവശ്യം എളുപ്പമുള്ള ഒരു എക്സാം ആയിരുന്നു. ബ്രില്യന്റ് അതുവരെ നടത്തി നമുക്ക് അവസാന എക്സാം ആയില്ല. അപ്പൊ കോൺഫിഡൻസ് കുറയണ്ടെന്നുള്ള രീതിയിലാവും അവർ അത്ര എളുപ്പമുള്ള എക്സാം നടത്തിയത്. പക്ഷെ ആ എക്സാംസിലൊക്കെ എന്റെ റാങ്ക് എനിക്ക് അതുവരെ കിട്ടാത്ത വലിയ റാങ്കുകളൊക്കെ വന്നിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര ഒരു മാർക്കിന് നമുക്ക് ഇത്രക്ക് വേരിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാണ് അപ്പഴാ. അപ്പം ആ ഒരു അവസാനത്തെ ആ ഒരു 3 എക്സാംസ് എന്റെ ഫൈനൽ നീറ്റിന് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. കാരണം എന്റെ ഏറ്റവും വലിയൊരു റിയലൈസേഷൻ വന്നത് ആ സമയത്ത് നമുക്ക് ഒരു മാർക്കിന് ഇത്രയും കോമ്പറ്റീഷൻ കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഒന്നുകൂടി മനസ്സിലാക്കാൻ സാധിച്ചത് ആ സമയത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ നീറ്റിന് ഒരു തെറ്റുപോലും എന്റെ ഭാഗത്തു നിന്ന് എന്റെ അശ്രദ്ധ മൂലം ഉണ്ടാവരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഞാൻ എടുത്തിരുന്നു. അത് നീറ്റിന് എനിക്ക് അതുപോലെ ഹെൽപ്ഫുൾ ആയി. പിന്നെ നമ്മളിപ്പോ എക്സാംസിനൊക്കെ ഡൗൺ ആവുന്ന സമയത്ത് നമ്മളെ മിസ്സിന് നമുക്ക് എത്ര നമ്മൾ ഏത് ലെവലുള്ളതാണ് നമ്മൾ മിസ്സുമാർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. അപ്പൊ നമ്മളൊരു എക്സാമിൽ കുറച്ച് ബിലോ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്താല് നമ്മുടെ മിസ്, എന്റെ ക്ലാസ് മിസ് വന്നിട്ടുള്ളത് അജന്യ മിസ് ആയിരുന്നു.
മിസ് വന്നിട്ട് നമ്മളെ എടുത്ത് വന്നിട്ട് ചോദിക്കും എന്തേ കഴിഞ്ഞ എക്സാമിന് എന്തേ മാർക്ക് കുറഞ്ഞു, എന്ത് പറ്റി, അങ്ങനെ നമുക്ക് എന്നിട്ട് സാരമില്ല, നമ്മൾ ടെൻസ്ഡ് ആണെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള കംഫർട്ടാക്കി നമ്മളെല്ലാ രീതിയിലും സഹായിക്കുമായിരുന്നു. ക്ലാസ് മിസ്സിനെ കൂടാതെ തന്നെ ഞാൻ എടുത്തു പറയണം എൻ്റെ വാർഡൻ ആശാ മിസ് ആയിരുന്നു. അപ്പൊ നമ്മള് സർട്ടിഫിക്കറ്റ് നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ സൈൻ ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ മിസ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മിസ്സിനെ അറിയാം, നമ്മുടെ സ്കോറൊക്കെ നമുക്ക് മിസ്സിന് കാണാൻ പറ്റും. അപ്പൊ മിസ് ഇങ്ങനെ 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്ന് നമ്മളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് നമ്മൾ വീക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മിസ് അതിന്റെ രീതിയിൽ നമ്മളെ സഹായിക്കുമായിരുന്നു. ഇനിയുള്ള നീറ്റ് ആസ്പിരൻസിനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരോട് പറയാനായിട്ട് എന്താ ഉള്ളത്? ട്രസ്റ്റ് ദ പ്രോസസ്, അതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതിൽ നിങ്ങൾ വിശ്വസിക്കുക, അതിൽ നിങ്ങളുടെ മുഴുവൻ ആത്മാർത്ഥതയും കാണിക്കുക, നിങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കോമ്പറ്റീറ്റീവ് എക്സാം ആയിരിക്കും നീറ്റ്. വർഷം കൂടുന്തോറും അതിന്റെ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളും അതിനനുസരിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രീം ക്യാമ്പസിൽ എത്താനും പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും വർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സമയങ്ങൾ വരും. നമ്മൾ ഡൗൺ ആയി പോകുന്ന, നമ്മുടെ മാർക്കും റാങ്കും നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറത്തോട്ട് പോകുന്ന പല സിറ്റുവേഷൻസും വരും. പക്ഷെ അതൊക്കെ ഇതില് വിജയത്തിനോട്ടുള്ള ഒരു മുന്നോടിയായിട്ട്, ഒരു ചവിട്ടുപടിയായിട്ട് എല്ലാവരും കാണുക. അതെല്ലാം നമുക്ക് തരുന്ന പല പാഠങ്ങളുണ്ട്. അതാണ് ഫൈനൽ നീറ്റ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. നമ്മൾ ശരിയാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നമ്മളെ അടുത്ത് പറ്റുന്ന തെറ്റുകളായിരിക്കും. നമ്മൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുക. അപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെടാതെ ആ തെറ്റിൽ നിന്ന് ഞാൻ നാളെ ഒരു 4 മാർക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി പഠിക്കുക. സമയം പാഴാക്കാതിരിക്കുക. നമുക്ക് ഇപ്പൊ ഒരു 10 മാസം, ആ 10 മാസം നമ്മൾ എഫേർട്ട് എടുത്താൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലോട്ട് എത്താൻ പറ്റും. ഒരു പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തോട്ട്, എന്നെ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തോട്ട് എത്താൻ പറ്റും. അപ്പൊ എല്ലാവരും മാക്സിമം വർക്ക് ചെയ്യുക, നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളെ പഠിക്കുന്ന സ്ഥാപനത്തെ വിശ്വസിക്കുക, ബ്രില്യന്റിനെ വിശ്വസിക്കുക. അത്ര മാത്രമേ പറയുന്നത്. അപ്പൊ എന്തായാലും മോളുടെ ആഗ്രഹം പോലെ ആ ഡ്രീം ക്യാമ്പസ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നമുക്ക് പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.